വിദേശത്ത് നിന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം SDPIയിലേക്ക് കൊടുത്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഏതാണ്ട് 127 പേരെ ഇപ്പോൾ ഡൽഹിയിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ കസ്റ്റഡിയിലാണെന്നാണ് സൂചന. ഒരു 150 പേർ വീണ്ടും വിദേശത്തുനിന്ന് വരാനിരിക്കുന്നു ഇങ്ങോട്ടേക്ക്. ഈ SDPIയും നിരോധിക്കാനാണോ സാധ്യത? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പച്ചക്കൊടി വീശുമോ? അത് നമുക്കറിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഏത് സമീപനം എടുക്കുമെന്ന് അറിയില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ചില സമയത്ത് ഇല്ല, ഒരു ഏജൻസി അങ്ങനെ പൂർണ്ണമായ സ്വതന്ത്രമൊന്നുമല്ലല്ലോ. അതെ, മൊത്തം കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഞാനിപ്പോൾ അതിൽ പ്രഡിക്ഷനിലേക്ക് പോകുന്നില്ല. പ്രഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് ഒരുപാട് കളികൾ വേറെ നടക്കും. ഏതായാലും SDPI ഇപ്പോൾ ഒരു വീണ് കിടക്കുന്ന ഒരു പാർട്ടിയാണ്. ഞാനായിരുന്നു കേരളത്തിൽ SDPIനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ശക്തരെ വിമർശിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ അതിലെല്ലാം കൂടി വീണ് കിടക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ SDPIൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ റൂട്ട്സ് കിടക്കുന്നത് തീവ്ര ഇസ്ലാമിസത്തിലാണ്. സിമി വഴി ജമാഅത്ത് ഇസ്ലാമി, സിമി, പിന്നെ NDF, പോപ്പുലർ ഫ്രണ്ട്, SDPI, അതിങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കിടക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. തീവ്ര ഇസ്ലാമിസം എന്ന് വെച്ചാൽ ഇസ്ലാമിക് ബ്രദർഹുഡ് ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ഒരു ഇസ്ലാമിക ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക, ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്ന ഉദ്ദേശം വെച്ച് നടക്കുന്ന അതിതീവ്ര മതവിശ്വാസികളുടെ ഒരു ഐഡിയോളജിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയോളജി ഇന്ന് ഇൻസ്പയർ ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ദേശീയതകൾ പ്രശ്നമല്ലാതെ വരും. നമ്മളിപ്പോൾ SDPIയിലുള്ള പ്രശ്നം അതാണ്. അവരുടെ അവർ വന്ന വഴികൾ നമ്മൾ നോക്കുമ്പോൾ എപ്പിസ്റ്റമോളജിക്കൽ റൂട്ട്സ് എന്ന് പറയും നമ്മൾ അക്കാദമി. ഇപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ യുക്തിവാദികളായിട്ടുള്ള ഭാഗത്ത് എപ്പിസ്റ്റമോളജി. അത്തരത്തിൽ ഇത് യുക്തിവാദികൾ കൊണ്ടുവന്ന ടൈമാണ്, അല്ലെങ്കിൽ ഇവന്മാരുണ്ടോന്ന്. അപ്പം എപ്പിസ്റ്റമോളജിക്കൽ റൂട്ട്സ് ഉപയോഗിക്കും. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെയാണ് എൻ്റെ പ്രശ്നം. എനിക്ക് SDPI ആയിട്ടുള്ള പ്രശ്നം അതാണ്. വന്ന വഴി. ഞാനൊക്കെ അടുത്ത ദേശീയവാദിയാണ്. അത് പാരമ്പര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം എലിമെൻസിനെതിരെ വളരെ പല തലമുറകളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് സമുദായത്തിനുള്ളത്. ഉള്ളിൽ നിന്ന് കേട്ടോ, പുറത്തുനിന്നല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് അവരായിട്ടുള്ളൊരു ഒരു ബേസിക് പ്രശ്നം. അപ്പം ഇവരിപ്പോൾ SDPI രൂപീകരിച്ചപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ സോഷ്യൽ ഡെമോക്രസിയാണ്. സോഷ്യൽ ഡെമോക്രസി എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ള ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടി ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ പോലെ അവരുടെ ഐഡിയോളജിയാണ് ഈ പറയുന്നത് സോഷ്യൽ ഡെമോക്രസി എന്ന് വെച്ചാൽ. അതിൽ അവർ ഏതെങ്കിലും മതത്തിനെതിരെയോ ഏതെങ്കിലും സമുദായത്തിനെതിരെയോ ഒന്നും പറയുന്നില്ല. അവരൊരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നില്ല. അവർ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അതിൽ ആരും ആവാം, അവരെയാണ് റെപ്രസെന്റ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ ചില ആളുകളെ കാണിക്കും, ഞങ്ങളുടെ ഇതിൽ ഇന്ന് പാസ്റ്റർ ഉണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ, ഇന്ന് ഹിന്ദു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് ശരിക്കും ദളിത് ബുദ്ധിജീവികൾ ഇതിന് ഭാഗമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ബ്രാഹ്മണിസമാണ്. അപ്പം BJPക്കും ബ്രാഹ്മണിസിനെതിരായ എന്ത് സംബന്ധത്തിന് അവർ സപ്പോർട്ട് ചെയ്യും. അതിനിപ്പോഴത്തെ അപകടം അവർ മനസ്സിലാക്കിയില്ലാതെ വേറെ കാര്യം. അത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ അണ്ടറിൽ ഇസ്ലാമിൽ ഈ പറയുന്ന ദളിത് പിന്നോക്ക ക്രൈസ്തവ പിന്നെ എന്താണ് ഈ പിന്നോക്ക വിഭാഗങ്ങളില്ലെങ്കിൽ പോലും മുസ്ലിങ്ങൾക്കിടയിൽ അതുണ്ട്. ഞങ്ങളൊന്നും കുടുംബത്തിൽ നിന്ന് ചില കുടുംബങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കില്ലല്ലോ. മനസ്സിലായില്ല? അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള അപ്പൊ അവര് ഇന്ത്യൻ സ്പെസിഫിസിറ്റി, ഇന്ത്യൻ സ്പെസിഫിസിറ്റി മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും എലീറ്റ് മുസ്ലിംസിനാണ് കാട്ടറബികൾക്ക് മറ്റൊരു കല്യാണം കഴിച്ചു കൊടുക്കുക. അറബികൾ ഇല്ലല്ലോ, അവരവരുടെ എലീറ്റ്. അപ്പൊ അതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇത് ഉണ്ട്. അത് തന്നെയാണ് അംബേദ്കറും പറഞ്ഞത്. എന്താണ് തിയററ്റിക്കലി ഉണ്ടാവില്ല, നിങ്ങൾ അതിനുള്ളിൽ പോയി നോക്കുക എന്താണ് സ്ഥിതി, അത് അംബേദ്കറും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരായിട്ട് നമ്മൾ ഡിബേറ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എന്താ പറയുക, SDPI പറയുന്നത് ഞങ്ങൾ അതിപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പറയുന്നത് ഞങ്ങളെ റൂട്ട്സ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ജലീൽ ഞങ്ങളെ കൂടെ ആയിരുന്നില്ലേ, സമദാനി ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നില്ല? അവരൊക്കെ സിമിപ്പെട്ട ആളുകളാണല്ലോ അതെ എന്നുള്ള ഒരു ചോദ്യം വരിക. അപ്പോൾ അതല്ല, അവരും മാറി ഞങ്ങളും മാറി. ഞങ്ങളിപ്പോൾ സോഷ്യൽ ഡെമോക്രസിയാണ് പറയുന്നത്, പുതിയ പാർട്ടിയാണ്. ആളുകൾക്ക് മാറാൻ പറ്റില്ല ഇല്ലല്ലോ. മാവോയിസ്റ്റുകളെ വരെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമായി വരണമെന്നല്ലേ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വന്നൂടെ? ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത്? അതാണ് ഒരു വിമർശനം. O അബ്ദുള്ളനെ പോലുള്ള ആളുകൾ, ഞാനിത് ഫേസ് ചെയ്ത ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു ഡിബേറ്റ് പങ്കെടുക്കുമ്പോൾ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഡിബേറ്റ് ചെയ്തത്. പിന്നെ അവിടെ നമ്മൾ ചൊറിഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. ഞാൻ ഉൾക്കൊള്ളേണ്ടത് കൊള്ളാതാണ്, അത് സെൻസിബിളായ ഒരു കാര്യം. അല്ലെങ്കിൽ RSSനെ പറ്റിയൊക്കെയുള്ള എൻ്റെ മോഡിനെ പറ്റിയൊക്കെയുള്ള നിലപാട് പ്രധാനപ്പെട്ട കാര്യം ഡിബേറ്റുകളാണ്. ഡിബേറ്റുകൾ നമ്മൾ പഠിക്കും. ഞാൻ മത്സംഗതി ഇല്ലെങ്കിൽ ചേട്ടനെ അപ്പുറത്തിരിക്കുകയാണെങ്കിൽ ചേട്ടൻ പറയുന്നത് നന്നായി കേൾക്കും.
കേട്ടിട്ട് അന്നപ്പോൾ ഞാൻ മറുപടി കൊടുക്കും, പിന്നെ ഞാൻ വീട്ടിൽ പോയി അതേപ്പറ്റി ആലോചിക്കും. അതാണ് എൻ്റെ ഒരു രീതി. അന്വേഷിക്കും, ആലോചിക്കും. അപ്പം ഒന്നത്, അപ്പം ഞാൻ അന്നപ്പോൾ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞതിലൊരു സെൻസ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, യോ അബ്ദുള്ളനെ പോലുള്ള ആളുകൾ പറഞ്ഞു. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിസമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അല്ലെ ജമാഅത്ത് ഇസ്ലാമി ഈ പാകിസ്ഥാനിലും പിന്നെ ബംഗ്ലാദേശിലും ഒക്കെ ഹിന്ദുക്കളെ കൊല്ലുന്നതാണെന്ന് നിങ്ങൾ പറയുന്നത്, അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ CPM-മാർ ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ആയുധമെടുത്ത് ഭരണകൂടങ്ങളെ ഇല്ലാതായി ശത്രുക്കളെ നിഷ്കാഷനം ചെയ്തവരല്ലേ ഇവിടെ എത്തിയത്, ഉന്മൂലനം ചെയ്തിട്ട്. അപ്പോൾ CPM-നും CPI-നും നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? കാരണം ഇന്ത്യയിൽ അവരങ്ങനെയല്ല പ്രവർത്തിക്കുന്നു. അവർ തള്ളി പറഞ്ഞിരിക്കുന്നു. അതല്ല പറഞ്ഞ അവർ ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ലേ? പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രം അങ്ങനെ, ജമാഅത്ത് ഇസ്ലാമി ഇട്ടാൽ ട്രൗസർ, നിങ്ങളിട്ടാൽ ബഹുമൂടാന്ന് എങ്ങനെ പറയും എന്ന് അയാൾ ലോജിക്കലി ശരിയാണ്. ലോജിക്കലി ഇത് നമ്മൾ ഇത് ഞാനീ പറയുന്ന കണ്ടാമരം തെറി പറഞ്ഞുകൊണ്ടാണ് ആള് ജാതി മതം നോക്കി ആളുകളെ തെറി പറയുന്ന ആളുകളല്ലേ. ലോജിക്കലി ശരിയാണ്. അപ്പൊ അടുത്ത നമ്മളെ പ്രശ്നം കിടക്കുന്നത് ഇവരത് തെളിയിക്കണം. ഇവരുടെ പ്രവൃത്തിയിലൂടെ ഈ പറഞ്ഞത് ശരിയാന്ന് തെളിയിക്കണം. അതെ, അതിന് ഇവർക്ക് പരാജയപ്പെടുന്നു. കൈവെട്ട് കേസിന് ഇപ്പോഴും അവർ തള്ളി പോന്നിട്ടില്ല. ഞാനിപ്പോൾ ഡിബേറ്റിനൊക്കെ വരുമ്പോൾ ഞാൻ SDPIൻ്റെ ആളുകൾ, എൻ്റെ നാട്ടിൽ SDPI ഇല്ല. എൻ്റെ നാട്ടിൽ BJP, കോൺഗ്രസ്, CPM ഉള്ളൂ. നമ്മളൊരു സർക്കിളിലും അതേ ഉള്ളൂ. സൗത്തിലോട്ടാണ് SDPI കൂടുതലായിട്ടുള്ളത്. ഞാനധികം അവരെ കണ്ട ഡിബേറ്റ് വരുമ്പോൾ ചാനൽ ഫ്ലോറിലാണ്. അപ്പോൾ ഇവർക്ക് എന്നെ അറിയാം. അങ്ങനെ വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എന്നോട് പറയും ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കാറുണ്ട്. ഞാൻ കണ്ണടച്ച് നടക്കുന്ന ആളല്ല. നിങ്ങൾ നല്ല ചെയ്താൽ നല്ലത് പറയും എന്ന് ഞാൻ പറയും. അപ്പോൾ BJP അന്ന് ഏറ്റവും കൂടെ എതിർക്കുന്ന RSS-നെയാണ്, മോഡിനെയാണ്. മോഡി പോലും നല്ല ചെയ്താൽ ഞാൻ പറയാറുണ്ടായിരുന്നു. രാഷ്ട്രീയമായ എതിർപ്പ്. അപ്പോൾ ഇവർ പറയുന്ന വെച്ചാൽ, അപ്പോൾ ഞാൻ ഇവർ സംസാരിക്കും, കൈവെട്ട് കേസിന് ഇപ്പോഴും എന്താണ് പൂർണ്ണമായും തള്ളി പറയാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഗവൺമെന്റ് പോലും അയാൾക്ക് സപ്പോർട്ടായിരുന്നു. ആ മാഷിക്ക് അയാൾ ബോധവം ചെയ്തു. അങ്ങനെയല്ല. MA ബേബി എന്താന്ന് പറഞ്ഞത്? MA ബേബി പറഞ്ഞത് മണ്ടത്തനം കാണിച്ചു, തെറ്റാന്നാണ്. VS ആണ് ഇവിടെ ഭരിക്കുന്നത്. ശക്തമായി എല്ലാവരും തള്ളി പറഞ്ഞതല്ല മാഷ്. ഇവർ കൈവെട്ടിയതിനു ശേഷമാണ് ആ മാഷിക്ക് അനുകൂലമായി ക്രിസ്ത്യൻ സഭകൾ വരെ തള്ളി പറഞ്ഞു. സഭ ആണ് ആ മാഷോട് ഏറ്റവും ക്രൂരമായിട്ട് ഇടപെട്ടത്. അവസാനം ഇതൊക്കെ വന്നിട്ട് സഭ നിലപാട് മാറ്റിയില്ല. സഭ ആണുങ്ങളെ പോലെ സഭയുടെ നിലപാടില്ലെന്ന് അങ്ങനെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത്. ജീസസ് എല്ലാം ക്ഷമിക്കുന്ന ആളല്ലേ. മാഷിക്കൊരു അബദ്ധം പറ്റി, അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. ഇവരിപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ നടക്കുന്ന ഹർത്താലുകളിലെല്ലാം തന്നെ ഇപ്പം CPM-ഉം കോൺഗ്രസിന്റെ ഹർത്താലുകളിലോ അക്രമം നടക്കുന്നില്ല. ഇവരുടെ ഹർത്താലുകൾ അക്രമ സ്വഭാവം കൂടുതലാണ്. പിന്നെ ഇപ്പം BJP പോലും ഓപ്പൺ ആയിട്ട്, പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, BJP-ക്കാർ മുദ്രാവാക്യം വിളിക്കുക നമ്മളവിടെയൊക്കെ, പാകിസ്ഥാനിൽ പോകുന്നോ നമ്മുടെ കൂടെ ചേരുന്നോ എന്നൊരു മുദ്രാവാക്യം വിളിക്കുക. എനിക്ക് ഓർമ്മ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിളിക്കുന്ന RSS-കാരൊക്കെ തന്നെ നമ്മളെ വീട്ടിലിരുന്ന ആളുകൾ, അവർക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല. അതൊരു എവിടുന്നൊരു മുദ്രാവാക്യം കോയിൻ ചെയ്തു. ഇപ്പം അവരാ വിളിക്കാറില്ല. ഇവരിപ്പോഴും വിളിക്കും. സംഭവം സോഷ്യൽ ഡെമോക്രസിയെ കാണുന്നത് അരിയും മലരും കരുതിക്കോ എന്നൊക്കെ വിളിക്കും. അത് പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ലോജിക്കലി ഇവർ പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഓറിയന്റേഷൻ മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുക്കാവുന്ന തെളിവ് അതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഫണ്ട് വരുന്ന വഴികൾ. അതാണ് ഇപ്പോൾ ഇത് എവിടെയാണെന്ന് വ്യക്തമാകുന്നില്ല. അത് നമ്മൾ അത്ര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വഴിയല്ല. സുതാര്യമല്ല. മറ്റു പലർക്കും ഫണ്ട് വരുന്നുണ്ട്. പക്ഷെ അതിവിടെ ഇപ്പൊ ക്രിസ്ത്യൻ സഭ, എസ്പെഷ്യലി ഈ പെന്തക്കോസ്റ്റിനൊക്കെ വരുന്നുണ്ട്. അവർ മതപരിവർത്തനത്തിനാണ് അത് വരുന്നത്. അതല്ലാതെ ഈ പറയുന്നത് പോലെ ആളുകൾ തീവ്രവാദികളാക്കാൻ വേണ്ടിയിട്ടല്ല. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം അതിലില്ല. രാഷ്ട്രത്തിന്റെ സംസ്കാര വിരുദ്ധ പ്രവർത്തനം ഉണ്ടാവും, എന്നാൽ പൊളിറ്റിക്കലി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം അതിലില്ല. ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ മറ്റേത് ഒരു ജലീലോ ഒരു സമുദായോ മാത്രമേ പോയിട്ടുള്ളൂ. ഇതല്ല, സിമിയുടെ ഫുൾ നേതാക്കന്മാർ ഇതിലുണ്ട്. സിമിയുടെ ഫുൾ നേതാക്കന്മാരാണ് ഇതിന്റെ നേതാക്കന്മാർ. അതൊക്കെയാണ് ഇതിന്റെ ഇവർ പറയുന്ന ലോജിക്കിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യം. പിന്നെ അതൊന്നുമല്ല, ഇവർ പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ മോഡി എങ്ങനെയാണ് ഇപ്പോൾ RSS മുസ്ലിം വിരുദ്ധാന്ന് പറയുന്നത്. അപ്പോൾ ഗുരുജി അന്ന് പറഞ്ഞത് എന്ത് കോണ്ടക്സ്റ്റിലാണെന്ന്, അത് പിന്നെ RSS തന്നെ തള്ളിക്കളഞ്ഞതും ഗുരുജി പറഞ്ഞ സംസ്കാര ദേശീയ, ഇതൊക്കെ ഞാൻ പലവണ ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ദോഷം സംഭവിച്ചത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥിതി കുറച്ചുകൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പലരും സമ്മതിച്ചിരിക്കല. അവർക്ക് രേഖകൾ വരണം, രേഖകൾ വരട്ടെ, ഏതെങ്കിലും സെൻസസ് വരുന്നുണ്ടല്ലോ. ഏതായാലും പ്രത്യേകിച്ച് മോഡി വന്നതിന് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പിന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കോൺഗ്രസ് ഉള്ള സമയത്ത് ഒരുപാട് മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നു എന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ മോഡി വന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ പശുവിൻ്റെ പേരിലുള്ള ഈ അക്രമ പ്രവർത്തനങ്ങൾ കൂടിയിരുന്നു. അത് സത്യമാണ്. നമുക്ക് ഒഫീഷ്യൽ ഡാറ്റ ഇല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിൻ്റെയൊക്കെ ഡാറ്റ ഉണ്ട് അതിൽ.
പക്ഷെ ഇപ്പം അതില്ല. RSS തന്നെ അത് കൃത്യമായി തള്ളി പറഞ്ഞു. അതോടുകൂടി ഇപ്പം അങ്ങനെ കാണുന്നില്ല. പിന്നെ എല്ലാ സമയത്തും ഇതേ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ BJP മോഡിയുടെ 10 വർഷത്തെ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഡൽഹി കലാപം ഉണ്ടായിട്ടുള്ളൂ. വേറെ വലിയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അപ്പോൾ RSS നിയന്ത്രിക്കാൻ സാധിച്ചു. RSSകാരെ പറ്റി നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇവരെ പ്രവൃത്തികളിൽ നമ്മളത് മാറ്റം കാണുന്നുണ്ട്. അല്ല, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഇപ്പം ഇന്ത്യയിലുണ്ട്. എന്തിന് നമ്മൾ മാറ്റം കാണുന്നുണ്ട്. SDPയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക പ്രവൃത്തികൾ വലിയ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. പ്രസംഗങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള ആൻറ്റി ഹിന്ദു സാധനങ്ങൾ കാണാൻ പറ്റും. ആൻറ്റി ബ്രാഹ്മണിസം എന്നാണ് ഇവർ പറയുക, ആൻറ്റി ഹിന്ദു സാധനമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നിങ്ങൾ RSS ഈ പറയുന്നത് പോലെ ഈ അടുത്ത കമ്പാരിസൺ വരാൻ പോകുന്ന RSS SDPയും ഈ രണ്ട് തീവ്ര ആശയക്കാരല്ലേ. RSS ഇനി RSS ഈ പറയുന്ന തീവ്ര ആശയമാണെന്ന് തന്നെ വിചാരിക്കുക. അത് ഇന്ത്യക്കെതിരല്ല, ഇത് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇന്ത്യക്ക് പുറത്തൊരു രാജ്യം ഉണ്ടാക്കണമെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ദേശീയതകൾക്കെതിരാണ്. ഒരു ദേശത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മുസ്ലിം വന്ന പ്രശ്നം. അപ്പം ഞാൻ മുസ്ലിം അല്ലേ, വളരെ ശക്തനായ വിശ്വാസി. എൻ്റെ എൻ്റെ ചോയ്സ് ദേശീയതയാണ്, സെക്കൻഡാണ് എൻ്റെ മതം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ദേശീയതയിനുള്ളിൽ തന്നെ നിങ്ങൾ വിശ്വാസികളാവുന്നതിന് പ്രശ്നമല്ല. പക്ഷേ ദേശീയതയ്ക്ക് പുറത്ത്, ഈ മതത്തിൻ്റെ പുറത്ത് ഒരു രാജ്യം, ഒരു ദേശീയ ഒരു ദേശീയതയ്ക്ക് വിരുദ്ധമായ ദേശസങ്കല്പം സൈക്കോളജിക്കലി വെച്ച് പുലർത്തുമ്പോഴാണ് പ്രശ്നം. അപ്പം അത് കറക്റ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വെറുതെ പറഞ്ഞാൽ പോരാ. അത് നിങ്ങളെ പിന്നെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഇത്തരം സാഹചര്യങ്ങളായിരിക്കും. പ്ലസ് അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ സോഴ്സും കൂടി. ഇപ്പം ഇന്ത്യ വിരുദ്ധരായ ആളുകൾ മുസ്ലിംസിനെ വെച്ചുകൊണ്ട്, അത് ഇവർ മുസ്ലിം സ്നേഹമായിട്ടൊന്നുമല്ല, മുസ്ലിംസിനെ വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇപ്പം കളിക്കുന്നുണ്ട്. കാരണം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യയെ ദോഷമായി കാണിക്കാൻ വേണ്ടി അവരുടെ കയ്യിലെ ചട്ടുകമായി ഇവർ വാങ്ങുന്നത് ഇവർ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ കേരളത്തിലാണ് SDP ഏറ്റവും ശക്തം. കേരളത്തിൽ അവർക്കൊരു MLA ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ടോട് കൂടി ഒരാൾ MLA ആയിട്ടുണ്ട്. അയാളാണ് PC ജോർജ്. STPS പിന്തുണയുള്ള സ്വന്തം സ്ഥാനത്ത് PC ജോർജിനെ വിജയിപ്പിക്കുക. ഓപ്പണായിട്ട് നിങ്ങൾ പറയാൻ പറ്റും ഉള്ള ആളാണ് PC ജോർജ്. പിന്നെ PC ജോർജ് അത് മാത്രം പോരാ, അതിലപ്പോഴുള്ള താല്പര്യം കൊണ്ടായിരിക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും ഇവർ തീവ്രവാദത്തിനോട് PC ജോർജ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പിന്തുണ. അതാ ഞാൻ പറഞ്ഞത്. PC ജോർജ് പിന്നെ പറയുന്നത് വെച്ചാൽ അത് ഇവര് തീവ്രവാദികളാണ് ഒരു ദിവസം തിരിച്ചത്. ഒരു മൂപ്പർക്ക് പണ്ടേ അറിഞ്ഞൂടെ. അന്നും ഇന്ന് അവർക്ക് മാറ്റമൊന്നുമില്ല. അത് മൂപ്പര താല്പര്യത്തിന്റെ പുറത്താണ്. അപ്പൊ കേരളത്തിലാണ് മറ്റു സമുദായങ്ങളിൽ പോലും ഇവരെ സ്വാധീനം വളരെ കൂടുതലാണ്. PC ജയിച്ചത് ഇവരെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഇവര് സപ്പോർട്ട് വെച്ച് PC തോൽക്കുകയും ചെയ്തു. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു MLA കേരള നിയമസഭ ഇവരുടെ പിന്തുണ എത്തിയ PC ആണ്. അപ്പൊ കേരളത്തിലാണ് ഇത് വളരെ സ്ട്രോങ്. ഒരുപക്ഷെ മറ്റു സമുദായങ്ങൾക്കിടയിൽ സ്വാധീനം കേരളത്തിലുള്ളത്. പിന്നെ നിരോധിക്കുമെന്നൊന്നും ഞാനിപ്പം പറയുന്നില്ല. ഇതിന്റെ പ്രശ്നങ്ങൾ ഇതാണ്. ശക്തമായ നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട്. ശക്തമായ വരാതെന്ന് വെച്ചാൽ ഇപ്പൊ മുസ്ലിങ്ങൾ പൊതുവെ ദേശീയ ബോധം കൂടുതൽ ഉൾക്കൊണ്ട് ദേശീയതയുടെ ഭാഗമായി കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വഖഫ് പോലും വന്നിട്ട് മുസ്ലിംസ് തെരുവിൽ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. തെരുവിൽ ഇറങ്ങുന്നത് ഇവരാണ്. അപ്പൊ ഇവര് തെരുവിൽ ഇറങ്ങും പലപ്പോഴും ജനാധിപത്യത്തെ നിങ്ങൾ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യ വിരുദ്ധ ഫോഴ്സസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് പ്രശ്നം. മാത്രമല്ല മുസ്ലിം ലീഗ് പണ്ട് ജിന്ന ഇതേപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയ അതുപോലെ രക്ഷപ്പെടുത്താൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൂടുതൽ പാതാളക്കുഴിയിലേക്ക് യാടിക്കാനുള്ളതാണോ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ആകത്തുക എന്നും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അവർ മാറി വന്നപ്പോൾ ദേശീയതയുടെ മുഖ്യധാരയുടെ ഭാഗമായ ഒരു പ്രശ്നമില്ല. വി ആർ വെൽക്കം ടു ആക്സെപ്റ്റ് ദം. നമുക്കങ്ങനെ വ്യക്തിപരമായ വിരോധമല്ലല്ലോ, നമുക്ക് ഐഡിയോളജിയോടല്ലേ പ്രശ്നമുള്ളൂ. അപ്പം പക്ഷെ അതവർ തെളിയിക്കണം. വാക്കിൽ മാത്രം പറയാം, പ്രവൃത്തിയും കൂടി കാണണം. ഒരു 10 വർഷം മതി. ഇപ്പം മോഡി 10 വർഷം കൊണ്ടല്ലേ ഈ പറഞ്ഞതിനായി മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലുന്ന ആളല്ലേ ഞാനിന്ന് തെളിയിച്ചത്. അത് അത്യാവശ്യം നിങ്ങൾ വിവരമുള്ള മുസ്ലിങ്ങളെ വിളിച്ച് അവർ പറഞ്ഞിരുന്നു. ബാക്കിയെല്ലാം ഹൈപ്പല്ലേ, ഊഹാമോഹല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.